എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് മെയ് 14 തീയതി മുതൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾ കോഴ്സ് സ്കൂൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ vhscap.kerala.gov.in എന്നുള്ള മറ്റൊരു വെബ്സൈറ്റുമുണ്ട്. അപ്പോൾ HSCAP വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള അഡ്മിഷനും vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്, അതായത് vhscap എന്ന് പറയുമ്പോൾ ഇത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേതാണ്. അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. അതായത് ഈ ഒരു vhscap എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളതാണ് vhscap എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. HSCAP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് എന്നുള്ളതാണ് ഈ ഒരു HSCAP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. HSCAP വഴി നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കും vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് രണ്ട് വെബ്സൈറ്റുകൾ വഴി രണ്ട് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കണമെങ്കിലും രണ്ട് അപേക്ഷകൾ ഓരോ വെബ്സൈറ്റുകൾ വഴിയും നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വഴി തന്നെ രണ്ട് ജില്ലകളിലേക്ക് രണ്ട് ലോഗിൻ ഐഡികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്, അതായത് ഇപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ വീട് ആരുടെയെങ്കിലും ഇവിടെ പാലക്കാടെങ്ങാനും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്തും അപ്ലൈ ചെയ്യാം, പാലക്കാടും അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജില്ല വേണമെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഒരു പേപ്പറിലും കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന മൊബൈൽ നമ്പർ എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കട്ടാവാത്ത മൊബൈൽ നമ്പർ ആയിരിക്കണം, അത് റീചാർജ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം നൽകേണ്ടത്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് OTP ആവശ്യമാണ്, അത് വൺ ടൈം പാസ്വേഡ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു OTP നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്കാണ് വരിക. ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് മിസ്സായി പോവുകയോ അല്ലെങ്കിൽ കട്ടായി പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലില്ലാതെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ നൽകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു +1 അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. കാരണം പിന്നീട് ഈ ഒരു OTP ഇല്ലാത്തതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കുന്നതിനോ, അതായത് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കുന്നതിനോ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പാരൻസിൻ്റെ ആരുടെയെങ്കിലും നമ്പർ കൊടുക്കാം. വിദേശത്തേക്ക് പോകുന്ന പാരൻസിൻ്റെ നമ്പർ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ചില വിദ്യാർത്ഥികൾ അങ്ങനെ കൊടുത്തിട്ട് ആ ഒരു നമ്പർ പിന്നീട്, അതായത് OTP ലഭിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിദേശങ്ങളിൽ ഈ ഒരു നാട്ടിലുള്ള ഈ സിം കാർഡിന് ഈ ഒരു റേഞ്ചും കാര്യങ്ങളും കിട്ടില്ല. അതുകൊണ്ട് തന്നെ OTPയും കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നവരുടെ, അത് പാരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെയോ ഒക്കെ നമ്പർ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു മൊബൈൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരെ കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ തന്നെ കാറ്റഗറി, അതുപോലെ തന്നെ റിലീജിയൻ എന്നിവ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയാം. അതായത് EO വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ETB എന്നാണ്. അതായത് ETB എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കാരണം എന്ന് പറയുന്നത്, മുൻ വർഷം ഏതൊരു വിദ്യാർത്ഥി അറിയാതെ ETB എന്നുള്ളതിന് പകരം മറ്റേതൊരു കാറ്റഗറി ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി EO വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് EO വിഭാഗത്തിലുള്ള ആയതുകൊണ്ട് തന്നെ അതിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ അതായത് അലോട്ട്മെൻറ്റ് ലെറ്റർ നോക്കുന്ന സമയത്ത് അതിൽ ETB എന്നുള്ളതിന് പകരം മറ്റേതൊരു വിഭാഗത്തിൻ്റെതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിൽ നിന്നും അഡ്മിഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയത് കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സ്കൂളിൽ നിന്ന് നൽകേണ്ടതില്ല എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊന്നും തെറ്റിയിട്ടില്ല, നിങ്ങളുടെ റിലീജിയൻ, അതുപോലെ തന്നെ കാസ്റ്റ്, അതുപോലെ കാറ്റഗറി എന്നിവയൊന്നും തെറ്റിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജനറൽ കാറ്റഗറി സീറ്റാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതായത് +1ൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഈ ഒരു 50% സീറ്റ് ജനറൽ കാറ്റഗറി സീറ്റ് ആയിരിക്കും, ബാക്കി 50% വിവിധ കാറ്റഗറികൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ കാറ്റഗറി സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ കാറ്റഗറി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരില്ല.
അതേസമയം നിങ്ങൾക്ക് റിസർവ് ചെയ്തിട്ടുള്ള ആ ഒരു കാറ്റഗറി സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻസിൻ്റെ കാര്യം സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്മിഷനെ ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിക്കാതെ നൽകുക. കാരണം പല വിദ്യാർത്ഥികളും മുമ്പൊക്കെ പേര് നൽകിയിട്ട് പേര് വരെ തെറ്റിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. കാരണം ടൈ ബ്രേക്കിനും മറ്റുമൊക്കെ LSS USS അതുപോലെ NMMS അതുപോലെ തന്നെയുള്ള വിവിധ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിലൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുക മാത്രമാണ് വേണ്ടതുള്ളൂ. അതിനുശേഷം നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല റിസർവേഷനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെയുള്ള ആ ഒരു റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സാധാരണ അലോട്ട്മെൻറ്റ് പ്രോസസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റ് ഉണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിവിധ സീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ ട്രാൻസ്ഫർ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു +1 ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ ഒരു ഏകജാല പ്രവേശനം വഴി, അതായത് HSCAP വെബ്സൈറ്റ് വഴി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് HSCAP ഹയർ സെക്കൻഡറിയിലേക്ക് കിട്ടുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി കോഴ്സ് സ്കൂൾ ഓപ്ഷൻ നൽകുന്ന രീതിയാണ്. അപ്പോൾ എന്താണ് സ്കൂൾ അതുപോലെ തന്നെ എന്താണ് കോഴ്സ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഓരോ സ്കൂളിലും വിവിധ തരം കോഴ്സുകളാണുള്ളത്. അപ്പോൾ ചില സ്കൂളുകളിൽ ഉള്ള കോഴ്സ് ചിലപ്പോൾ മറ്റൊരു സ്കൂളിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും സെപ്പറേറ്റ് വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ട്രാൻസ്ഫർ ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ ഈ ഒരു HSCAP വെബ്സൈറ്റ് വഴിയും VHSCയിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സ്കൂളായിരിക്കണം നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകേണ്ടത്. അതുപോലെ ആ ഒരു സ്കൂളിൽ നിങ്ങൾ കോഴ്സ് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ആയിരിക്കണം നൽകേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് പോയിട്ട് ഹ്യൂമാനിറ്റീസ് ഒന്നും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് തന്നെ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടാവില്ല. ആദ്യത്തെ ഒരു ചിന്ത കാരണം ആ ഒരു വിദ്യാർത്ഥികളൊക്കെ പോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് കൊടുക്കും. എന്നാൽ പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ആ ഹ്യൂമാനിറ്റീസിൽ തന്നെ പോയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫറിൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ട്രാൻസ്ഫർ അനുവദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും നിങ്ങൾ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ആരംഭിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഹ്യൂമാനിറ്റീസ് ഒന്നും കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളത്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബയോളജി സയൻസ് കൊടുക്കാം. അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് കൊടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടും പഠിക്കുമെന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്കൂളും കോഴ്സും മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ട്രാൻസ്ഫറൊക്കെ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോഴ്സ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. അതായത് നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നതാണ് നല്ലതെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ചിന്ത പോലെ ആയിരിക്കില്ല +2 ശേഷമുള്ള ചിന്ത ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു +2 ശേഷം എന്താണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചില വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ടായിരിക്കും താല്പര്യം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ആവാനായിട്ടായിരിക്കും താല്പര്യം, ചില വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയർ ആവാനായിരിക്കും, ചില വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്റ്റ് ആവാനായിരിക്കും താല്പര്യം, ചില വിദ്യാർത്ഥികൾക്ക് ഫാർമസിസ്റ്റ് ആവാനാണ് താല്പര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ വല്ല ശാസ്ത്രജ്ഞരാവാനൊക്കെ ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഒരു കോഴ്സാണ് ബയോളജി സയൻസ്. ബയോളജി സയൻസിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് 1 അപ്പോൾ ഈ ഒരു ബയോളജി സയൻസ് നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ബയോളജി മാത്സ് അല്ലെങ്കിൽ ബയോളജി സയൻസ് എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1ാം നമ്പർ ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡോക്ടറൊന്നും ആവേണ്ട, അതായത് മെഡിക്കൽ ഫീൽഡിലേക്ക് പോവേണ്ട, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ മറ്റോ ആയാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഈ ഒരു ബാങ്കിങ് മേഖല മാത്രമാണ്, അതായത് ഈ ഒരു ബാങ്കിങ് മേഖലയിലേക്ക് പോകാനായിട്ട് സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ കൊമേഴ്സ് അല്ല കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും പറ്റുന്നതാണ്. അതായത് ഈ ഒരു
കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കുന്ന തുടർ പഠന സാധ്യതകളൊക്കെ ഈ ഒരു സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ഈ ഒരു ബയോളജി സയൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു +2 +1 നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുന്നുവോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ തുടർ പഠന സാധ്യതയും ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ കൃത്യമായിട്ട് വീട്ടിൽ ചോദിച്ച് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്, അതുപോലെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.